السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും അവർക്ക് രണ്ടുപേർക്കും അത് ഒഴിവാവാനോ അല്ലെങ്കിൽ ആ കച്ചവടം ഉറപ്പിക്കാനോ ഉള്ള അധികാരമുണ്ട്, അവരവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ. ഇതിൻ്റെ ഉപ റിപ്പോർട്ടർമാരിൽ ഒരാളായ ഹമ്മാം പറയുന്നു, ഞാനിത് എൻ്റെ ബുക്കിൽ കണ്ടിട്ടുണ്ട്, വാങ്ങിക്കുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും രണ്ടുപേർക്കും ഇത് ഉറപ്പിക്കാനോ ഒഴിവാവാനോ ഉള്ള അധികാരം ഉണ്ട് 3 പ്രാവശ്യം വരെ. അവർ ആ കച്ചവടത്തിൽ സത്യം പറയുകയും ആ വിൽക്കുന്ന മുതലിൻ്റെ കുറ്റങ്ങളും കുറവുകളും കൃത്യമായി മറ്റേ വാങ്ങിക്കുന്ന ആളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കച്ചവടം അനുഗ്രഹീതമായിരിക്കും. അവരതിൽ നുണ പറയുകയോ അതല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും ഒളിച്ചു വയ്ക്കുകയോ ചെയ്താണ് വിറ്റതെങ്കിൽ അവർക്ക് ഭൂമിയിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടായേക്കാം, പക്ഷേ അവർക്ക് അതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയില്ല. عن حكيم ابن حزام رضي الله عنه أن النبي صلى الله عليه وسلم قال البيعان بالخيار حتى يتفرقا. قال همام وجدت في كتابي يختار 3 مرار فإن صدقا وبينا بورك لهما في بيعهما وإن كذبا وكتما فعسى أن يربحا ربحا ويمحق بركة بيعهما. ഇനി ആരെങ്കിലും ഒരാൾ കച്ചവടം ചെയ്തു, സാധനം വാങ്ങിച്ചു, അവിടെ തന്നെ നിന്നുകൊണ്ട് വേറൊരാൾക്ക് അത് സമ്മാനമായി കൊടുത്തു. അപ്പോൾ അവരവിടെ നിന്ന് പോയിട്ടില്ല. അപ്പോൾ കച്ചവടം ഉറപ്പിച്ചോ ഇല്ലയോ എന്നുള്ള തീരുമാനം നമ്മൾ മുമ്പ് കണ്ട പോലെ ആളവിടെ നിന്ന് പോയാലാണ് കച്ചവടം ഉറയ്ക്കുകയുള്ളൂ. അതായിട്ടില്ല, പക്ഷെ അവിടെ തന്നെ മേടിച്ചപ്പോൾ തന്നെ വേറൊരാൾക്ക് സമ്മാനമായിട്ട് അത് കൊടുക്കുകയാണ്. വിൽക്കുന്ന ആൾക്ക് വാങ്ങിക്കുന്ന ആൾക്കെതിരെ പ്രത്യേകിച്ച് താല്പര്യക്കുറവൊന്നുമില്ല, അല്ലെങ്കിൽ ആ രീതി വാങ്ങിച്ച് അപ്പോൾ തന്നെ വേറൊരാൾക്ക് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. അതല്ലെങ്കിൽ ഒരാൾ ഒരു അടിമയെ വാങ്ങിക്കുന്നു, അപ്പം തന്നെ അയാളെ അവിടെ നിർത്തി സ്വതന്ത്രനാക്കുന്നു. ഇതാണ് ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇദാശ്തറ ശൈഅൻ ഫവഹബ മിൻ സാഅതിഹി ഖബ്ല അൻ യതഫറഖ വലം യുൻകിറുൽ ബായിഉ അലൽ മുശ്തരി അവിശ്തറ അബ്ദൻ ഫഅതഖ. താവൂസ് വിശദീകരിക്കുന്നു, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു, അവർ രണ്ടുപേരും തമ്മിൽ, വിൽക്കുന്ന ആളും വാങ്ങിക്കുന്ന ആളും തമ്മിൽ സമ്മതമാണ്, എല്ലാ കാര്യങ്ങളും എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ട്, വാക്കൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു, എന്നിട്ടത് വിറ്റു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നുള്ള ലാഭം ആ വിൽക്കുന്ന ആൾക്ക് ഉള്ളതാകുന്നു. കാല താവൂസുൻ ഫീമൻ യസ്തരി സില്ലത അല റിദ സുമ്മ ബാഹ വജബത് ലഹു വരിബ്ഹു ലഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നു. ഒരു യാത്രയിൽ ഞാൻ പിടിച്ചാൽ കിട്ടാത്ത അല്ലെങ്കിൽ മെരുക്കാത്ത ഒരൊട്ടകം, അധികം ട്രെയിനിങ് ഒന്നും കൊടുക്കാത്ത അല്ലെങ്കിൽ ഇച്ചിരി പരുക്കനായ ഒരൊട്ടകം, അതിനെയായിരുന്നു ഞാൻ ഓടിച്ചിരുന്നത്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒട്ടകം ആയിരുന്നു. എനിക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ആ കൂട്ടത്തിൻ്റെ മുമ്പിൽ കയറിപ്പോവും. ഒട്ടകത്തിൻ്റെ ഇഷ്ടത്തിന് പോവാണ്, അപ്പോൾ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കടന്നുപോയി ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കൊക്കെ വന്നിട്ട് പിടിച്ച് നിർത്തിയിട്ട് അതിനെ പുറകോട്ട് വിടും. വീണ്ടും അത് ആവർത്തിച്ച് മുമ്പിൽ പോയി. അപ്പോൾ വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു വന്ന് അതിനെ നിർബന്ധിച്ച് പുറകിലാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, ആ ഒട്ടകത്തിന് എനിക്ക് വിറ്റേക്കൂ. ഉമർ അവരോട് പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കൾക്കുള്ളതാകുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, ആ ഒട്ടകത്തിന് എനിക്ക് വിറ്റേക്കൂ, എനിക്കത് സമ്മാനമായിട്ട് വേണ്ടാന്ന്. അപ്പോൾ ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെടുത്തോ, റസൂലിൻ്റെ അല്ലേ, എന്തിനാ കച്ചവടം ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിനെ വിറ്റു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ ഉമറിനോട് പറഞ്ഞു, ഈ ഒട്ടകം നിൻ്റെയാണ് അബ്ദുള്ള, എൻ്റെ സമ്മാനമാണ്, നിനക്ക് ഇതിനെക്കൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യാം, അത് വിൽക്കുകയോ ഉപയോഗിക്കുകയോ ട്രെയിനിങ് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ വാങ്ങിച്ച് അപ്പം തന്നെ സമ്മാനമായി വേറൊരാൾക്ക് കൊടുത്തു. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല കുന്ന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഫരിൻ ഫകുൻതു അലാ ബക്രിൻ സാബിൻ ലി ഉമർ ഫകാന യഗ്ലിബുനി ഫയതഖദ്ദമു അമാമൽ ഖൗമി ഫയസ്ജുറു ഉമറു വയറുദ്ദുഹു ثم يتقدم فيسجره عمر ويرده فقال النبي صلى الله عليه وسلم لعمر بغنيه قال هو لك يا رسول الله قال رسول الله صلى الله عليه وسلم بغنيه فباعه من رسول الله صلى الله عليه وسلم فقال النبي صلى الله عليه وسلم هو لك يا عبد الله ابن عمر تصنع به ما شئت.
അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ എൻ്റെ ഒരു സാധനം ഖൈബറിൽ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായിട്ട് കൈമാറ്റം ചെയ്തു. പണ്ടത്തെ ബാർട്ടറാണ്, എന്തോ ഒരു സാധനം കൊടുത്ത് വേറൊരു സാധനം മേടിക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതായത് വിശ്വാസികളുടെ നേതാവ്. ഈ മാറ്റം ചെയ്ത് ഖൈബറിലുള്ള ഒരു സ്ഥലവും അൽവാദിയിലുള്ള വേറൊരു സ്ഥലവും ആയിട്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥലം അൽവാദിയിലായിരുന്നു, ഖൈബറിലുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായുടെ ആയിരുന്നു. ഖൈബർ എന്ന് പറയുന്നത് മദീനയുടെ വടക്ക് പടിഞ്ഞാറ് 6 അളവുകളോളം നീണ്ടു കിടക്കുന്ന, അപ്പോൾ എന്തെങ്കിലും അന്നത്തെ ഒരു കണക്കാണത്, നീണ്ടു കിടക്കുന്ന അതിനപ്പുറത്ത് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അൽ വാദി എന്ന് പറയുന്നത് മദീനയുടെ തൊട്ടടുത്തുള്ള ഒരു ജില്ലയാണ്. ഞങ്ങൾ അങ്ങനെ കച്ചവടം അവസാനിപ്പിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു രീതിയായിരുന്നു, ഇഷ്ടമുള്ള എന്തെങ്കിലും നടന്നാൽ ആ കച്ചവട സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പോവുക, കാരണം ആ കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പുറത്തേക്ക് പോയത്, അല്ലെങ്കിൽ അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചുകൊണ്ട്. കാരണം അന്നത്തെ നാട്ടുനടപ്പ് രീതി നമ്മൾ മുമ്പ് കണ്ട ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്, വിൽക്കുന്ന ആൾക്ക് ആ കച്ചവടം എപ്പോൾ വേണമെങ്കിലും ഒഴിവാകാനുള്ള അധികാരം ഉണ്ടായിരുന്നു, അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതുവരെ. അങ്ങനെ ഞങ്ങളുടെ കച്ചവടം ഉറപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ പൂർണ്ണമായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉസ്മാനെ പറ്റിച്ചു, അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട് ആ ഇടപാടിൽ. എൻ്റെ ഭാഗത്തുനിന്ന് ഉസ്മാനിന് കുറവാണ് പോയത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഞാനത് വിറ്റത് കൊണ്ട് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത സ്ഥലം സമൂദിൻ്റെ സ്ഥലം ആയിരുന്നു. അത് മദീനയിൽ നിന്ന് 3 ദിവസത്തെ യാത്രാ ദൂരം ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹം തന്നത് എന്ന് പറയുന്നത് മദീനയുടെ അടുത്തുള്ള സ്ഥലമായിരുന്നു. അത് എൻ്റെ മുമ്പുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ 3 ദിവസ യാത്രാ ദൂരം ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഭാഷയിലാണെങ്കിൽ നമ്മുടെ സിറ്റിയുടെ നടുക്ക് കിടക്കുന്ന സ്ഥലവും സിറ്റിയുടെ പുറത്തുള്ള സ്ഥലവും തമ്മിൽ കൈമാറ്റം ചെയ്യുന്നത് പോലെ. അപ്പോൾ ഉള്ളിലുള്ള സ്ഥലത്തിന് വില കൂടുതൽ കാണും, പുറത്തുള്ളതിന് വില കുറവായിരിക്കും. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലാഹു ആലം. عن عبد الله بن عمر رضي الله عنهما قال بعت من أمير المؤمنين عثمان بن عفان رضي الله عنه مالا بالوادي بمال له بخيبر فلما تابعنا رجعت على عقبي حتى خرجت من بيتي خشية أن يردني البيع وكانت السنة أن المتبايعين بالخير حتى يتفرقا. قال عبد الله فلما وجب بيع وبيعه رأيت أني قد أبنت بأني سقته إلى أرض ثمود ب3 ليال وساقني إلى المدينة ب3 ليال. ഒരു സ്ഥലം മദീനയുടെ 3 ദിവസം യാത്രാ ദൂരത്തിലായിരുന്നു, ഒരു സ്ഥലം സമൂദിൻ്റെ സ്ഥലത്ത് നിന്ന് 3 ദിവസം യാത്രാ ദൂരത്തിലായിരുന്നു എന്ന് തോന്നുന്നു, അല്ലാഹു ആലം. കച്ചവടത്തിൽ പറ്റിക്കുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലെന്താണ് ഇഷ്ടപ്പെടാത്തത്? മായുക്രഹു മിനൽ ഖിദാഇ ഫിൽ ബൈഇ. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അയാളെ എപ്പോഴും പറ്റിക്കാറുണ്ടായിരുന്നു സാധനങ്ങൾ മേടിക്കുമ്പോൾ. അതായത് ഒരു പാവ മനുഷ്യനായിരിക്കും, വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോഴൊക്കെ അങ്ങേര് വഴി ഇടപെടുന്ന ആൾ അയാളെ പറ്റിക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി മുതൽ നീ കച്ചവടം ചെയ്യുമ്പോൾ പറ്റിക്കരുത്, അല്ലെങ്കിൽ ഇതിൽ ഒളിച്ചു വെച്ച് നുണ പറഞ്ഞ് കച്ചവടം ചെയ്യാൻ പാടില്ല, കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞിട്ടേ പറ്റുള്ളൂ. പറ്റിക്കരുത് എന്ന് കച്ചവട സമയത്ത് തന്നെ പറയുക. അപ്പോൾ നിനക്ക് അതിലെന്തെങ്കിലും കുറ്റമോ കുറവോ കണ്ടാൽ എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചു കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ പറ്റിച്ച് നടത്തിയ കച്ചവടമാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. കച്ചവട സമയത്ത് നമ്മൾ പറ്റിപ്പ് പാടില്ല എന്ന് ഒരു കരാറ് അല്ലെങ്കിൽ വാക്ക് പറഞ്ഞിട്ടുണ്ടാവണം. عن عبد الله بن عمر رضي الله عنهما أن رجلا ذكر للنبي صلى الله عليه وسلم أنه يخدع في البيوع فقال إذا بايعت فقل لا خلابة. ചന്തകളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാദുക്കിറ ഫിൽ അസ്വാഖ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വിശദീകരിക്കുന്നു, ഞങ്ങൾ അൽമദീനയിൽ എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ ചന്ത ഉണ്ടോ, കച്ചവടമൊക്കെ നടത്താൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, അവിടെ ഒരു കൈനുക്കായിൻ്റെ ഒരു ചന്തയുണ്ട്. അനസ് വിശദീകരിക്കുന്നു, അബ്ദുറഹ്മാൻ പറഞ്ഞു, എന്നെ ആ ചന്ത ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഉമർ പറയുന്നു, ആ ചന്തയിൽ കച്ചവടം നടത്തിയപ്പോൾ എൻ്റെ ശ്രദ്ധ കുറഞ്ഞുപോയി നല്ല കാര്യങ്ങളിൽ നിന്ന്. ഇത് പിന്നീട് നടന്നൊരു സംഭവമാണ്. പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാ, ഞാൻ ആ സമയത്ത് കച്ചവടം ചെയ്ത് ദുനിയാവ് ഉണ്ടാക്കാൻ പോയിരിക്കുകയായിരുന്നല്ലോ റസൂലിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നതിന് പകരം. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ചന്തയിൽ നടത്തിയ കച്ചവടങ്ങൾ എൻ്റെ ശ്രദ്ധ തെറ്റിച്ചു കളഞ്ഞു നല്ല കാര്യങ്ങളിൽ നിന്ന്. وقال عبد الرحمن بن عوف لما قدمنا المدينة قلت هل من سوق فيه تجارة فقال سوق قينقاع. وقال أنس قال عبد الرحمن دلوني على السوق. قال عمر
ബാറു അൽഹാനി സൗഫു ബിൽ അസ്വാഖ്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു പട്ടാളം കഅബയെ ആക്രമിക്കാൻ വരും. അവർ അൽ ബൈദാ എത്തുമ്പോൾ ഭൂമി അവരെ വിഴുങ്ങും. ആ പട്ടാളത്തിനെ മുഴുവൻ ഭൂമി കുഴിഞ്ഞങ്ങ് പോകും താഴ്ന്ന്. അപ്പോൾ അവരെല്ലാവരും മണ്ണിൻ്റെ അടിയിലേക്ക് പോകും. ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഈ അൽബൈദ എങ്ങനെ താന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അപ്പോൾ അവിടെയുള്ള സാധാരണ മനുഷ്യരുണ്ടാവുമല്ലോ, കച്ചവടക്കാരൊക്കെ. അപ്പോൾ അവിടെ എന്തോ മാർക്കറ്റ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുക. അവിടെ കച്ചവടം ചെയ്യുന്ന, പണിയെടുക്കുന്ന, ഈ മക്ക കീഴടക്കാൻ വന്നതല്ലാത്ത ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ. അവരുടെ കാര്യം എന്താവും? അവരിൽപ്പെടാത്ത അക്രമകാരികളല്ലാത്ത ആളുകൾ അതിലുണ്ടല്ലോ, അവരുടെ കാര്യം എന്താവും എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അവിടെയുള്ള എല്ലാവരും മുങ്ങിപ്പോവും, ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നു പോവും. അവരുടെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അവരോട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ തെറ്റ് ഉദ്ദേശിച്ച് വന്നവരോട് ആ രീതിയിൽ ചോദ്യം ചെയ്യുകയും അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ വിട്ട് കൊടുക്കുകയും ചെയ്യും എന്നാണ് റസൂൽ ഉദ്ദേശിക്കുന്നത്. حدثتني عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم يغزو جيش الكعبة فإذا كانوا ببيداء من الأرض يخسف بأولهم وآخرهم. قالت قلت يا رسول الله كيف يخسف بأولهم وآخرهم وفيهم أسواقهم ومن ليس منهم؟ قال يخسف بأولهم وآخرهم ثم يبعثون على نياتهم. അപ്പോൾ അവരുടെ നീയത്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് അവരെ വിധി പറയപ്പെടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ജമാഅത്ത് നമസ്കാരങ്ങൾ അല്ലെങ്കിൽ കൂട്ടപ്രാർത്ഥനകൾ അത് 20 ഇരട്ടി കൂലി കൂടുതലുള്ളതാണ് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതോ അതല്ലെങ്കിൽ ചന്തയിൽ നമസ്കരിക്കുന്നതിലോ നിന്ന്. അപ്പോൾ ചന്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോലിസ്ഥലം എന്നായിരിക്കും. കാരണം അന്നുള്ള ആൾക്കാരും അതിനുള്ളവരെല്ലാവരും കച്ചവടക്കാരോ കൃഷിക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ പൊതുവായ സ്ഥലം എന്ന് പറയുന്നത് ചന്തയാണ്. അപ്പോൾ ചന്തയിലോ വീട്ടിലോ നമസ്കരിക്കുന്നതിനേക്കാളും 20 ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നു 25 27 ആയിരിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ 20 25 27 ഇതിലേതെങ്കിലുമൊക്കെ നമ്പർ ആയിരിക്കും. അത്ര അധികം കൂലിയുണ്ട് പള്ളിയിൽ നമസ്കരിച്ച് ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ. ആരെങ്കിലും നന്നായി പൂർണ്ണമായി ഉളു എടുത്ത ശേഷം പള്ളിയിലേക്ക് പോയാൽ നിസ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് പള്ളിയിലേക്ക് പോകുന്നത്. അതല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ല. പള്ളിയിലേക്ക് പോകുന്നതിന് ഒരു ദുരുദ്ദേശവും ഇല്ല. ആരെങ്കിലും കാണണമെന്നോ അല്ലെങ്കിൽ നിസ്കരിച്ച് കഴിയുമ്പോൾ ഇന്ന ആളോട് ഇന്ന കാര്യം പറയണം, അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വന്ന വഴിക്ക് ഇച്ചിരി ഇറച്ചി മേടിച്ചുകൊണ്ട് വരണം, അങ്ങനെയൊന്നുമില്ല. നിസ്കരിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. അങ്ങനെ പോയാൽ അവൻ്റെ ഓരോ കാലടികൾക്കും, പള്ളിയിലേക്ക് പോകുന്ന ഓരോ കാലടികൾക്കും ഓരോ സ്ഥാനമാനങ്ങൾ അവൻ്റെ ഉയർത്തപ്പെടുകയും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനമാനാണ്. പിന്നെ അവൻ്റെ ഓരോ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടുകയും ചെയ്യും ഓരോ കാലടിക്കും. അപ്പോൾ ഒരു സ്ഥാനം ഉയരും, ഒരു പാപവും പുറത്തു തരും. നിസ്കാര സ്ഥലത്ത് ഫർള് കഴിഞ്ഞിട്ട് എത്ര നേരം ഇരിക്കുന്നുവോ അത്രയും നേരം മലക്കുകൾ അള്ളാഹുവിനോട് അയാൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലും അനുഗ്രഹവും ചോദിച്ചുകൊണ്ടും ഇരിക്കും. ഫർള് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് നിന്ന് എണിച്ച് ഓടിപ്പോവാതെ, അല്ലെങ്കിൽ ചിലരൊക്കെ മാറി വിധിച്ചാരി ഇരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാതെ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ എത്ര നേരം അവിടെ ഇരിക്കുന്നു അത്രയും നേരം മലക്കുകളുടെ ദുആ കിട്ടും. മഗ്ഫിറത്തും റഹ്മത്തുമാണ് ചോദിക്കുന്നവർ നമുക്ക് വേണ്ടിയിട്ട്. മലക്കുകൾ പറയും, അള്ളാഹുവെ അവനെ അനുഗ്രഹിക്കൂ, അള്ളാഹുവെ അവനോട് കരുണ കാണിക്കൂ. അവൻ അവിടെ കീഴ്വായു പോവാതെ, അതായത് വുളുവോടുകൂടി തന്നെ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുകയാണ്. അവൻ അവിടെ ഇരുന്ന് കീഴ്വായു പോയിട്ടുമില്ല, അതുപോലെ അവിടെയുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടില്ല എന്തെങ്കിലും രീതിയിൽ. അങ്ങനെയാണെങ്കിൽ അതുവരെ കിട്ടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, ഒരാൾ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അയാൾ നമസ്കരിക്കുന്നതായിട്ടാണ് കൂട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ളുഹറിനോ അസറിനോ ഒക്കെ നേരത്തെ ചെന്നു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, എന്നിട്ട് സമയം ആവുന്നത് വരെ കാത്തിരിക്കുന്നു. അത്രയും നേരം നമ്മൾ ഫർള് നിസ്കരിച്ചതായിട്ടാണ് കണക്ക് കൂട്ടുക. ഇതെല്ലാം നമ്മൾ മുമ്പുള്ള കിതാബുകളിൽ കണ്ടതാണ്, മുമ്പുള്ള വാല്യത്തിൽ 2 3 عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلاة أحدكم في جماعة تزيد على صلاته في سوقه وبيته 20 درجة وذلك بأنه إذا توضأ فأحسن الوضوء ثم أتى المسجد لا يريد إلا الصلاة لا ينهزه إلا الصلاة لم يخطو خطوة إلا رفع بها درجة أو خطت عنه بها خطيئة والملائكة تصلي على أحدكم ما دام في مصلاه الذي يصلي فيه اللهم صل عليه اللهم ارحمه ما لم يحدث فيه ما لم يؤذي فيه وقال أحدكم في صلاة ما كانت الصلاة تحبسه. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ചന്ത എന്നുള്ളതിന് പല
ഹദീസുകളിലും പല വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഷോപ്പിംഗ് മാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ചന്തയാണ്. പണ്ടൊക്കെ എന്ന് പറയുന്നത് ചന്ത എന്ന് പറയുന്നത് ശനിയാഴ്ച ചന്ത അല്ലെങ്കിൽ വ്യാഴാഴ്ച ചന്ത ആഴ്ചയിൽ ഒരിക്കൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആ കൃഷിക്കാരെല്ലാവരും അവരുടെ പറമ്പിലും ഒക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ വിൽക്കുകയോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കച്ചവടക്കാർ പറമ്പിൽ നിന്നൊക്കെ മേടിച്ചു കൊടുന്ന് അവിടെ കൊടുന്ന് വെച്ച് വിൽക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും പച്ചക്കറി മുതൽ പഴങ്ങൾ മുതൽ കൃഷി ആവശ്യത്തിനുള്ള സാധനങ്ങൾ മുതൽ എല്ലാം മേടിക്കാൻ പറ്റും. വലിയൊരു ആൾക്കൂട്ടം ആയിരിക്കും. ഇപ്പോഴും അതൊക്കെ പല സ്ഥലങ്ങളിലും സിറ്റികളിലും ഉണ്ട്. പക്ഷേ അതിനെ ഈ സൂപ്പർ മാർക്കറ്റുകൾ കീഴടക്കി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്നും ചന്തയാണ്. അപ്പോൾ അതുപോലെ സൂപ്പർ മാർക്കറ്റ് അതല്ലെങ്കിൽ ഓൺലൈനിൽ മേടിക്കാൻ നമുക്ക് അതും സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ചന്തകൾക്ക് പല പേരുകളും അറബിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പല ഹദീസുകളിലും പല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുള്ള സാധ്യത ഉണ്ട്. ചിലയിടത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കുലീനർ, ചിലയിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റാളുകൾ, അങ്ങനെയൊക്കെ പറയുന്നു. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.